ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി ആയാലോ. അപ്പോൾ അതിന് വേണ്ടി തലേന്ന് വെള്ളത്തിലെ കുതിർത്ത് ഇട്ട ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. ഇത് കുറച്ച് വേവുള്ള ഗ്രീൻ പീസാണ്, പച്ച ഗ്രീൻ പീസല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തലേന്നേ കുറേ കുതിർത്ത് ഇട്ടേ പറ്റുള്ളൂ. അതുപോലെ നല്ല കുക്കറിൽ നന്നായിട്ട് ഒരു 4-5-6 വിസിലെങ്കിലും കേൾക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ്, പെരുംജീരകം അതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 5-6 വിസിലെങ്കിലും കേട്ടെങ്കിൽ ഈ ഗ്രീൻ പീസ് പെട്ടെന്നൊന്ന് വേവത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ഞാനിപ്പോൾ എനിക്ക് ഒരു സവാളയാണ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഗ്രീൻ പീസ് എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് സവാളയും മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാം. ഇപ്പോൾ എനിക്ക് ഒരു സവാള മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവാള എടുത്തു. ഒരു 4-5 അല്ലി വെളുത്തുള്ളി അതും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ്. സവാള നീളത്തിലരിയാം, എങ്ങനെ ചോപ്പ് ചെയ്തും എടുക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം കേട്ടോ. ഒരു ചെറു കഷ്ണം ഇഞ്ചി അതും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇത്ര പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ, എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി എടുത്തത്. അപ്പോൾ അത് എടുത്തിട്ട് ഇനി നമ്മൾ ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുക്കുകയാണ്. അതും കൂടെ നല്ലോണം കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുകയാണ്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പൊന്ന് ഇട്ടേക്കാം. നമ്മൾ ഗ്രീൻ പീസിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കുക എത്ര വേണം എന്നുള്ളത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് വഴണ്ട് വന്നു. ഇനി നമുക്ക് മസാലാസ് ഇടാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു ശകലം ഇട്ടൊന്ന് കൊടുത്താൽ മതി. അധികം വേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടെ. പിന്നെ നമ്മൾ ഒരു ശകലം അതിലേക്ക് ഗരം മസാലയുടെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല. എന്നിട്ട് നന്നായിട്ട് വീണ്ടും യോജിപ്പിക്കുക. അപ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ പീസ് ഒരു വെന്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അധികം ഉടഞ്ഞു പോയിട്ടില്ല. ജസ്റ്റ് വെന്തു അത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, നല്ല വേവുള്ളതായതുകൊണ്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിക്കാം. എല്ലാ മിക്സും കൂടെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ശകലം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്തൊന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനി അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലും കൂടെ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. അപ്പോഴത്തേക്ക് നല്ല കറക്റ്റിനുള്ള വേവ് ആവും. നമുക്കത് അടച്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് ഞാനത് പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വെന്ത് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് കസൂരി മേത്തിപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ വന്നിട്ട് യോജിപ്പിച്ചെടുത്താൽ നല്ല ഗ്രീൻ പീസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാനും.